ഗൈസ്, ഇതാണ് എൻ്റെ പ്ലാന്റ് അക്വേറിയം. ഈ പ്ലാന്റ് അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. മെയിൻ്റെനൻസ് വളരെ കുറവാണ് ബാക്കിയുള്ള അക്വേറിയം വെച്ച് നോക്കുമ്പോൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മീനുകൾ ഇടുന്ന വേസ്റ്റുകളൊക്കെ മണ്ണിൽ കിടന്ന് ആ ചെടികൾ അബ്സോർബ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമുക്ക് വെള്ളം മാറ്റേണ്ട അവസ്ഥ വന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ മീനുകൾ ഇടുന്ന വേസ്റ്റ് വെള്ളത്തിൽ കലർന്നത് അമോണിയായിട്ട് മാറി അത് മീനുകൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മീനുകൾ ചാവണേ. ഇത് നമ്മുടെ ചെടികൾ അമോണിയ ഫുൾ അബ്സോർബ് ചെയ്യും. അത് മാത്രമല്ല, ആൽഗെ കൺട്രോൾ ചെയ്യാനും നമ്മളിൽ മീനുകളുണ്ട്, ആൽഗൈറ്റിസ് ഉണ്ട്. പിന്നെ നമ്മുടെ അമോണിയ അല്ലാണ്ട് കുറയ്ക്കാനും നമുക്കത് കോറിഡോറസ് ഉണ്ട്. കോറിഡോറസ് ആണ് ചെയ്യാൻ പഠിക്കണം. ഇത് അതെ നമ്മുടെ ഇതാണ് കോറിഡോറാസ്. ഇത് ആൽബിനോ കോറിഡോറാസ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് സ്കാവഞ്ചേഴ്സ് ആണ്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിനടിയിൽ വന്ന് കിടക്കണം. ബാക്കി ഇതൊക്കെ എല്ലാം തിന്നോളും. വേസ്റ്റൊക്കെ ആൽഗി കഴിഞ്ഞില്ല, ആൽഗി വെച്ച് ബാക്കി എല്ലാം വേസ്റ്റ് തിന്നോളും. ഇത് നമ്മുടെ കോയിസോട്ടയിലാണ്. നമ്മുടെ യോയോ ലോച്ചസ് ആണ്. ലോച്ചസ് ഒരു 3 തരം ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ആൽഗെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളത് ആൽഗേറ്റീസ് ആണ് ഈ കാണുന്നത്. ഇത് ഹെയറി ആൽഗേസ് ആണ് തിന്നുള്ളൂ. നമ്മുടെ ഇതാണ് ആൽഗേറ്റീസ് ഒറ്റ പറ്റുള്ള സമയത്ത്. പിന്നെ നമ്മൾ ഭാഗ്യം സംഭവം ആളെ കിട്ടിയതേ. ഇതാണ് നമ്മുടെ കൂലി ലോച്ച്. ഇത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളെ എപ്പോഴൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യുന്നത് സാൻഡാണ്. സാൻഡാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ നോക്കിയാലും മനസ്സിലായത്. പിന്നെ നമ്മുടെ ഷ്രിമ്പ് ഉണ്ട്. ഷ്രിമ്പുകൾ ആളെ കണ്ടുപിടിക്കാത്തൊരു പാടാണ്. ഭാഗ്യത്തിന് ഷ്രിമ്പ് നമുക്ക് കിട്ടി. ഷ്രിമ്പ് ഇലകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുളിച്ചിരിക്കും. നിറച്ച ചെടികളിലുണ്ട്. നമുക്ക് ഒരു ഷെൽട്ടർ പോലെ അത് ഉള്ളിൽ കയറി ഇരുന്നോളും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെറിയൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഹാങ് ഔട്ട് ഫിൽറ്ററാണ് കൊടുത്തേക്കണം. അതേപോലെ ചെറിയ ഏതെങ്കിലും ഫിൽറ്റർ കൊടുത്തിരിക്കും കുഴപ്പമില്ല. ഇത് ചെറിയ ഫിൽറ്ററിനാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കും. നമ്മുടെ ഹാങ് ഔട്ട് ഫിൽറ്ററാണ്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മീഡിയൊക്കെ ഇടാം. സെറാമിക് റിങ്, ചാർക്കോള്, ആക്ടിവേറ്റ് ചാർക്കോളൊക്കെ ഇടാം. ചെറിയൊരു ഒഴുക്കും കടലത്ത് ഓക്സിജൻ മിക്സ് ആവാൻ ചെയ്യേണ്ട. വേറെ ഓക്സിജൻ സപ്ലൈ ഒന്നും വേണ്ട. പിന്നെ കാർബൺ CO2 സപ്ലൈ ഒന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറേ പേര് CO2 സപ്ലൈ വേണമെന്നൊക്കെയാണ് യൂട്യൂബിൽ പറയണത്. അതിൻ്റെ ആവശ്യം ഇത്രയും ചെടികൾ നല്ലോണം ഗ്രോത്ത് ആയിട്ടേക്കണം. ഇത് കുറേ 2.5 മാസമായി. ഒരു കുഴപ്പമില്ല. പലതരം ചെടികളുണ്ട്. ഒരു പ്രശ്നമുണ്ട്. അത് വളത്തിനായിട്ട് നമുക്ക് മീനുകളുടെ വേസ്റ്റിന് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലൈറ്റ്. പ്ലാന്റ് അക്വേറിയത്തിൽ നിർബന്ധമായിട്ട് ലൈറ്റ് വേണം. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ, അതെ അങ്ങനെ അടിച്ചാൽ കണ്ട. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബ്ലൂ ലൈറ്റ്സ് LEDs ആണ്. അത് വൈറ്റ് ലൈറ്റ്സ് ഉണ്ട്, ബ്ലൂ ലൈറ്റ്സ് ഉണ്ട്, റെഡ് ലൈറ്റ്സ് ഉണ്ട്, ഗ്രീൻ ലൈറ്റ്സ് ഉണ്ട്. ഈ ഗ്രീൻ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വൈബ്രൻ്റ് കാണിക്കും. ഈ നമ്മുടെ ചെടികൾക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ റെഡും ബ്ലൂവും ലൈറ്റ്സ് ആണ്. അത് ചെടികൾ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഗ്രീൻ അബ്സോർബ് ചെയ്യില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഗ്രീനായിട്ട് കാണാൻ പറ്റുന്നത് ചെടികളെയൊക്കെ. അപ്പോൾ ആ ഗ്രീന് കുറച്ചുകൂടെ വൈബ്രൻ്റ് കളർ എന്ന് എടുക്കും. ബാക്കിയുള്ള കളറൊക്കെ അതിന് ഫീഡ് ചെയ്യുകയും ചെയ്യും ഫോട്ടോസിന്തസിസിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ചെടികൾ തന്നെ ഇല്ലാത്ത ഓക്സിജൻ സപ്ലൈ ഉണ്ടാക്കും. അത് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ സപ്ലൈ ഉണ്ടാക്കും. അത് മാത്രമല്ല ക്ലീനും ചെയ്യും. ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ലൈറ്റ് വേണം. ഇതിന് 200 രൂപയേ ഉള്ളൂ. മിക്ക ഷോപ്പുകളിലും കിട്ടും. ഞാൻ ഷോപ്പിൽ നിന്ന് പോയി ഓർഡർ ചെയ്യുന്ന ചെയ്താലോ, ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഓർഡർ ചെയ്യാനും പറ്റും. പിന്നെ അത് ഇല്ലെങ്കിൽ പോലും സാധാരണ വൈറ്റ് ലൈറ്റ്സ് കൊടുത്തിട്ട് മതി. വൈറ്റ് ലൈറ്റ്സിൽ എല്ലാതരം കളറിൽ അടങ്ങിയിട്ടുണ്ടല്ലോ, ബ്ലൂവും റെഡും ഒക്കെ. നമ്മുടെ മഴവില്ല് വൈറ്റ് റൈസ് എന്നാലോ എല്ലാം ജുറായി മാറണത്. അതാണ് വൈറ്റ് റൈസ്. 6 CFL ബൾബും കൊടുക്കാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ LED ബൾബും കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഈലുകളുണ്ട് കേട്ടോ. ഈലുകൾക്ക് ഷെൽട്ടറായിട്ടാണ് ഒളിച്ചിരിക്കാനായിട്ട് ആ ചിരട്ട കേവ് പോലും പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്. അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ആളെപ്പോഴും പുറത്ത് വരില്ല, രാത്രി സമയങ്ങൾ പുറത്തിറങ്ങുള്ളൂ. പിന്നെ മണ്ണിൻ്റെ അടിയിലൊക്കെ കയറിയിരിക്കും. അത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് അക്വേറിയം. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.